നമുക്ക് ചക്ക കിട്ടിയിരുന്നതെല്ലാം കൊത്തിന്ന് ചുളയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ചക്ക പുഴുക്കാക്കുന്നു. ഇന്ന് പണിയെടുക്കുന്നവർക്ക് ചക്ക പുഴുക്കാക്കി കൊടുക്കാം. ഇത് പുഴുക്കാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ആക്കുന്നതും കൂടെ ഒന്ന് കാണാം. ചക്കപ്പുഴുക്കിൻ്റെ ചക്ക ഏതായാലും കുക്കറിലല്ല വെക്കുന്നത്. കുക്കറിൽ വെച്ചാൽ ശരിയാവില്ല. ഇത് കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ വെക്കണം. ഇത് ഇങ്ങനെ അധികം ഉടഞ്ഞു പോകണ്ട. ഇത് പുഴുക്കല്ലേ, ചക്കപ്പുഴുക്കല്ലേ, കുരുക്കി ഇങ്ങനെ ഒഴിക്കണം. ഇത് കയ്യിലിടാതെ ഇതിൽ ഉപ്പിട്ട് കല്ലുപ്പ് അതിലിട്ടിന് ഇതിൽ ആവശ്യമില്ല വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. വേറെ ഒന്നും വേണ്ട. തേങ്ങ ചരിയിടണം. ഇത് വേണ്ടിന് ഇത് അടുപ്പത്ത് വാങ്ങുമ്പം കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ നനച്ച് കൊടുത്താൽ മതി. ഇത്രയും വേണ്ട. ഇനി ചക്കപ്പുഴുക്ക് ഇത് അടുപ്പത്ത് വെക്കാം. തീയാക്കിയിട്ട് അടുപ്പത്ത് വെച്ചു. ഇനി ഇത് വേവട്ടണേ. നന്നായി ഒന്ന് തിളച്ചിട്ടാകുമ്പോൾ കുലുക്കി കൊടുക്കണത്. മൂടി വെക്കാം. അതിന് തിളക്കട്ടെ. ചക്കായ തിളച്ച് വേണം. ഒന്ന് കുലുക്കി വെക്കട്ടെ. കുലുക്കി വെച്ചു. അടിയിലത്തെല്ലാം ഒരുവിധം വെന്തു. കുരുവാവണമല്ല, അതിന് പാട് കുറച്ചധികം സമയം എടുക്കും കുരുവാവാൻ. അതൊന്ന് കുലുക്കി വെച്ച് ഇനി തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ തേങ്ങയും കൂടെ ഒന്ന് വെന്ത നല്ല സ്വാദായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ അത് വെന്താൽ തേങ്ങ എത്ര ഇട്ടാലും നല്ല സ്വാദാണ്. വേവട്ടെ, അടിച്ചു വെക്കാൻ. അങ്ങനെ നമ്മളെ ചക്കപ്പുഴുക്കായിട്ടുണ്ട്. താളിക്കോ ഒന്നും ചെയ്തിട്ടില്ല. പച്ച വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നു. കുറച്ചേ വേണ്ടൂ. ഇനി നമുക്ക് ഇലയും കുറച്ച് അവർക്ക് വേണ്ടി കൊടുക്കാം. നമ്മളെ മണ്ണെല്ലാം കടത്തുന്നുണ്ട് 3 ആൾ. അവർക്ക് വേണ്ടിയാണ്. അവർക്കും ചക്കയൊന്നുമില്ല. അതുകൊണ്ട് ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചത്. നിങ്ങളെ വീടൊന്നും കാണിക്കുന്നില്ലപ്പാ. നമ്മളെ ചക്കപ്പുഴുക്കും കൂട്ടിയിട്ട് ചായ കുടിക്കലായി. ഇതാണ് ചക്കപ്പുഴുക്ക്. ഇങ്ങനെ തന്നെ ആക്കിയത്. കൊത്തി തന്നതുകൊണ്ട് എനക്ക് വേണം. ഞാൻ ചായ കുടിക്കണത്രേ. ഞാനും തിന്നലായി. രാവിലെ പിട്ട്. നിങ്ങൾക്ക് വേണോ? പിട്ട് വേണോ? ഞാനും കൂടെ ഇവിടെ വന്നിട്ട് ചായ കുടിക്കലായി. വേണ്ട, ഇതൊന്നും വെക്കാനാവില്ല. മധുരം പറ്റി. അതന്നെ അറിയണം. മധുരം പറ്റി. നമുക്ക് പണിയെടുക്കുന്നത് നമുക്ക് ഈ ചക്കയാന്ന് എപ്പോഴും. കണ്ടത്തിൽ പണിക്ക് പോയാൽ പിന്നെ ചക്കയിലേ ഉണ്ടാവില്ലേ, ചക്ക മാത്രമേ ഉണ്ടാവും. പക്ഷെ അതല്ലേ ആരോഗ്യത്തിന് നല്ലതല്ലേ. ചിലവർ പറയും ഒരു ദിവസമെങ്കിലും മാറ്റി തന്നൂടെയെന്ന് പറയും. അപ്പോൾ ഈ ചക്കയുടെ ഗുണം എല്ലാവർക്കും അത് പണ്ടതൊന്നുമില്ല. പണ്ടുണ്ടല്ലോ പണ്ട് നമ്മളെല്ലാം കാലത്ത്
നമ്മ കണ്ടത്തിൽ പോയാൽ ഈ ചക്ക ഇല്ലെങ്കിലും ഇല്ലെടുക്കുന്ന കൊണ്ടുവന്നിട്ട് ചക്ക വെക്കും. കണ്ടത്തിൽ ഇതേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിങ്ങനെ പുഴുക്കല്ല. അവരെന്നാക്കൽ പറഞ്ഞാൽ ഇങ്ങനെ കുരുവെല്ലാം മുതുമ്പനിടും. ഇങ്ങനെ മുറിക്കാണ്ട് ഇങ്ങനെ പൊട്ടിയ കുരുവെല്ലാം കൂടി ഇട്ട് മറ്റേ ബാക്കിയിലെ കുരുവെല്ലാം അവർ മണ്ണിലിടും. മഴക്കാലത്തേക്ക് മണ്ണിലിട്ട് സൂക്ഷിക്കും. അങ്ങനെയാണ്. ചക്കയില്ലാതെ ഒരു പണ്ട് ഈ പുല്ലിട്ട വീടിന് പുര പുതക്കുന്നുണ്ടെങ്കിൽ ചക്ക വേണ്ടേ? ചക്കയില്ലെങ്കിൽ പുര പുതക്കൂല. ചക്ക അന്ന് ചക്കയാണ്. ആ പുല്ല് ഓച്ച് കെട്ടി കൊടുക്കണ്ടേ? ഓച്ച് കെട്ടി കൊടുക്കുന്നവർ ഈ വളപ്പിൽ ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിനി അന്നേരം. അത് മുറിച്ചിട്ടല്ലേ നമ്മൾ വീടെല്ലാം കെട്ടിയത്. ഇഷ്ടം ഇല്ല, അവരിന്ന് വന്നിട്ടില്ലല്ലോ. എവിടെയെങ്കിലും ഉണ്ടാവും അവർക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഈ ചക്കയില്ലാത്ത പണ്ടേ അല്ല, കപ്പയിലെ കാലത്ത് കപ്പ, കൊള്ളിയിലെ കാലത്ത് കൊള്ളി, പിന്നെ മധുരക്കിഴങ്ങില്ലേരം അത്. അങ്ങനെയാണ് പണ്ടേയല്ല. ഇപ്പോഴത്തെ മാതിരി ഒന്നല്ല. ഇപ്പോഴല്ല ഈ അരി ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പേര്. പിന്നെ അരി പൊങ്ങിച്ചിട്ടോ ഇതെല്ലാം നല്ലത്. നമ്മളെ ഇതന്നെ രാവിലെ ഒരു 9:30 ആകുമ്പോൾ കണ്ടത്തിലെത്തിയാൽ ഒരു 10-11 മണിയാകുമ്പോൾ ഈ ചക്ക കിട്ടിയ ചക്കയും ചായയും അത് കിട്ടിയാൽ പിന്നെ ഒരു 3 മണി 2:30 ആകുമ്പോൾ കഞ്ഞി കൊണ്ടുവരും. അതിലെന്തൊരു ഇപ്പം അതെല്ലാം അതിൻ്റെ എന്തെങ്കിലും എടുത്ത് കുരുവെള്ളം എടുത്തിട്ട് അന്നേരം അതന്നെ എന്ത് രുചിയാണ് അതിനെല്ലാം അല്ലേ. പിന്നെ ഇന്ന് പണിക്ക് പോകാൻ തന്നെ ഒരു ഇതാണ്. ഇതെല്ലാം ആളെന്നിച്ച് കൂടിയിട്ട് അതെല്ലാം ഒരു കഴിക്കാനൊരു വളരെ രസം തന്നെ. വട്ടം കൂടിയിരുന്ന് കണ്ടത്തിൻ്റെ വരമ്പത്ത് മേലെ ഇരുന്നിട്ടല്ലേ. നിങ്ങൾക്ക് ആർക്കും വീട്ടിൽ ചക്കയില്ലേ? ആർക്ക്? അതെയാ, നിങ്ങൾ രണ്ടാളും എടുത്തു ഓരോന്ന്. വെക്കാനാവില്ല, ആ മധുരം പറ്റും. പെപ്പിച്ചിട്ട് പിന്നെ എന്തെങ്കിലും വരട്ടോ അങ്ങനെ എന്തെങ്കിലും ആക്കണം. പിന്നെ അതെ, ഷിനിയാക്കും. എനക്കൊന്നും ആവില്ല, ഷിനിയാക്കും. ഓളെല്ലാം ആക്കും. ഷിനിമോള് ഓളാക്കും. പിന്നെ ഇനി നമുക്ക് ഞാനന്ന് ചക്ക എലിശ്ശേരി ആക്കിയിട്ട് വീഡിയോയിൽ ഇട്ട് കൊടുത്തിന്, പണ്ടത്തെ എലിശ്ശേരി. ഇനി ഒരു ചക്ക വെക്കുന്നതും കൂടെ കാണിച്ചു കൊടുക്കണം. നല്ല എന്ത് രുചിയാണ്. പണ്ട് നിങ്ങൾ ഓർമ്മിച്ചൊക്കെ വീട്ടിലല്ലേ കല്യാണം, എല്ലാവരും കല്യാണം വീട്ടിലല്ലേ. പിന്നെ എല്ലാ കല്യാണ വീട്ടിൽ തലേന്ന് രാത്രി ചക്ക എലിശ്ശേരി അല്ലേ. പിന്നെ പിറ്റേന്നല്ല ഈ കായ കൊണ്ടെല്ലാം വെക്കല്, എലിശ്ശേരി വെക്കല്. നല്ല സാരില്ല തിന്നാ നമുക്ക്. അല്ല അതുപോലെ എല്ലാറ്റും. പിന്നെ പൂരത്തിന് തുടങ്ങും ചക്ക അല്ലേ. പൂരത്തിന് പൂരക്കഞ്ഞിയും ചക്കയാണ്, ചക്ക വറവ്. അപ്പം മൂത്തിട്ടൊന്നും ഉണ്ടാവില്ല. ഇളയ ചക്ക കീറിയിട്ട് വറുത്തിട്ട് പൂരത്തിന് നിർബന്ധമാണ്. പിന്നെ വിഷു ആകുമ്പോഴെല്ലാം ഒരുവിധം ആവുമല്ലോ എല്ലാവർക്കും. അങ്ങനെയെല്ലാം ചക്കയ്ക്ക് ഒരു വലിയ പ്രാധാന്യം തന്നെ ഉണ്ടായിട്ടേ ഇപ്പോൾ എല്ലാവർക്കും എല്ലാം വീണ് കളയും. ചക്കയ്ക്ക് എപ്പം ഗുണമുണ്ട്. ചക്കയുടെ ഗുണം നമ്മത് മടിച്ചിട്ട് നമ്മെ ആക്കി കൊടുക്കൂല. അതാണ്, നമ്മ ആക്കി കൊടുത്താലേ മക്കൾ തിന്നല്. പിന്നെയോ കളയില്ല. ഇത് നല്ലതാണെന്ന് ക്യാൻസറിനെല്ലാം ഇത് നല്ലതാണെന്ന് ചക്ക. അങ്ങനെ നമ്മളെ ചക്കനെ എല്ലാവരും മറക്കാണ്ടിരിക്കട്ടെ നമ്മളെ വീഡിയോ കണ്ടിട്ട് അല്ലേ. കണ്ടവർക്കെല്ലാം. പക്ഷേ ഇല്ലാണ്ട് കരയുന്ന എത്രയോ ആൾ ഇത് കാണുമ്പം കരയുന്നവർ എത്രയോ ഉണ്ട്. തിന്നാൻ ആഗ്രഹിച്ചിട്ട് ഇല്ലാത്തവർ കാണുമ്പോൾ ഒരു വല്ലാതെ വിഷമമാവുന്നു. ഇല്ലവർക്ക് എൻ്റെ ഒന്നും അറിയില്ല, വില അറിയില്ല. അങ്ങനെ ഞാനും ചക്ക തിന്നിട്ട് പറ്റും.